Hi guys, welcome back to my channel. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചിയ സീഡിൻ്റെ സൈഡ് ഇഫക്ട്സിനെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാവുമോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചിയ സീഡ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു സീഡാണ്. ധാരാളം ഗുണങ്ങളുള്ള ഒരു സീഡാണ്, ഒരു സൂപ്പർ സീഡാണ് ചിയ സീഡ് എന്ന് പറയുന്നത്. ചിയ സീഡ് നമുക്ക് പല രീതിയിൽ നമുക്ക് കഴിക്കാം. സ്മൂത്തീസിൽ, ഷേക്സിൽ, ജ്യൂസസിൽ, പുഡിങ്സിൽ, സാലഡ്സിൽ, അങ്ങനെ പല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ചിയ സീഡ് ധാരാളം വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു സീഡാണ്. വെള്ളം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ജെല്ലി ഫോമായിട്ട് മാറും. ഇത് നമുക്കൊരു തിക്കനിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യാം, മുട്ടയ്ക്ക് പകരം റീപ്ലേസ് ചെയ്യാം. പ്രത്യേകിച്ച് വീഗൻ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയൊരു റീപ്ലേസ്മെൻ്റ് ആണ് ഈ ഒരു ചിയ സീഡ് എന്ന് പറയുന്നത്. ചിയ സീഡിൽ ധാരാളം ന്യൂട്രീഷ്യൻസ് അടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു സൂപ്പർ സീഡാണ് ചിയ സീഡ് എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഒരു 2-3 വർഷം മുമ്പ്. അപ്പോൾ അതിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ മുഴുവൻ കണ്ടു നോക്കൂ. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ ചിയ സീഡ് ഒരു സൂപ്പർ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു സീഡാണ്. ചിയ സീഡിൽ ധാരാളം ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ്, omega-3 ഫാറ്റി ആസിഡ്സ്, ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് ചിയ സീഡ് എന്ന് പറയുന്നത്. ചിയ സീഡ് നമ്മളെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും, അതേമാതിരി ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, ബ്ലഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ചിയ സീഡ് എന്ന് പറയുന്നത്. ഇനി ചിയ സീഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈജഷൻ പ്രോബ്ലംസ് വരുമോ, അതായത് ഗ്യാസ് പ്രോബ്ലം, കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, ബ്ലോട്ടിങ്, അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ചിയ സീഡിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ചിയ സീഡിൽ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 28 ഗ്രാം ചിയ സീഡ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 11 ഗ്രാമോളം ഫൈബർ കണ്ടൻറ്റാണ് ചിയ സീഡിൽ ഉള്ളത്. ഓക്കെ, സോ ഫൈബർ എന്തിനാണ് വെച്ചാൽ നമ്മുടെ ബോഡി റെഗുലേഷന്, ബോഡി ഹെൽത്തിന്, നമ്മുടെ ബോഡിയിലുള്ള ഗുഡ് ബാക്ടീരിയാസിനെ ഹെൽപ്പ് ചെയ്യാൻ, അതേമാതിരി നമ്മുടെ ഗട്ടിന് ഒക്കെ വളരെ നല്ലതാണ് ചിയ സീഡ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഫൈബർ ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന നമുക്ക് ബ്ലോട്ടിങ്, ഗ്യാസ് പ്രോബ്ലം, എന്താ പറയുക, കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ, നമുക്ക് വയറുവേദന, അബ്ഡോമിനൽ പെയിൻ എല്ലാം വരാൻ സാധ്യതയുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ ചിയ സീഡിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. സോ എപ്പോഴും ചിയ സീഡ് എന്ത് ഫുഡായാലും, ഇപ്പോൾ ചിയ സീഡ് എന്ന് മാത്രമല്ല ഏത് ഫുഡായാലും എല്ലാവരും പറയുന്ന കാര്യമാണ് ബാലൻസ്ഡ് ഡയറ്റ്. അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ് അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ല് എപ്പോഴും എല്ലാവരും ഓർത്തിരിക്കുക. ചിയ സീഡ് മെയിൻലി എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ചിയ സീഡ് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ആകുമോ? അപ്പം എല്ലാവരും ഇൻസ്റ്റൻറ്റ് വെയിറ്റ് ലോസിനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. സോ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും ഇൻസ്റ്റൻറ്റ് വെയിറ്റ് ലോസ് നടക്കില്ല. വെയിറ്റ് ലോസ് നടക്കണമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ എൻവയോൺമെൻറ്റ് ഹെൽപ്പ് ചെയ്യണം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹെൽപ്പ് ചെയ്യണം, നമുക്ക് ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യണം, നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് വേണം. സോ ചിയ സീഡ് നമ്മുടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ചിയ സീഡ് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ആകും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. സോ ഞാൻ പറഞ്ഞ പോലെ ഫൈബർ കണ്ടന്റ്, നമ്മുടെ പോയിന്റിലോട്ട് വരാം. നമ്മുടെ ഫൈബർ കണ്ടന്റ് ഒരുപാടുള്ള ഒരു ഐറ്റമാണ് ചിയ സീഡ് എന്ന് പറയുന്നത്. സോ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഇതേ പറയുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപാട് എന്ന് പറയുന്നത് ഒരുപാട്, നമ്മൾ ചോറ് മാതിരി ചിയ സീഡ് കഴിക്കാൻ പറ്റില്ല. ചിയ സീഡൊക്കെ മാക്സിമം 1 ടേബിൾ സ്പൂണൊക്കെ നമ്മൾ ഡെയിലി കഴിക്കാൻ പാടുള്ളൂ ഒരാൾ, മാക്സിമം. ഞാനൊക്കെ ഡെയിലി ചിയ സീഡ് കഴിക്കുന്നത് കൂടി വന്നാൽ 1-2 ടീസ്പൂണേ ഞാൻ ഡെയിലി കഴിക്കുന്നുള്ളൂ. എൻ്റെ സ്മൂത്തീസിലാണ് ഞാൻ മിക്കപ്പോഴും ഈ പറയുന്ന ചിയ സീഡ് ആഡ് ചെയ്യുന്നത്. സോ സ്മൂത്തിയിൽ ഞാൻ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ആണ് എനിക്കും ഹരിക്കും വേണ്ടിയിട്ട്, ഞങ്ങൾ 2 പേരാണ്, ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഉണ്ടാക്കുന്നത്. സോ വെയിറ്റ് ലോസ് ആവും. ഇതേപോലെ ഇത്രയും ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ചിയ സീഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ ഈ പറയുന്ന ഇഷ്യൂസൊക്കെ വരും കേട്ടോ. ഈ പറയുന്ന ഡൈജഷൻ പ്രോബ്ലംസ്, വയറുവേദന, ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ്, ബ്ലോട്ടിങ് എന്ന് പറയുന്ന എല്ലാ പ്രശ്നങ്ങളും വരും. കാരണം ഞാൻ പറഞ്ഞ പോലെ ചിയ സീഡിൽ ധാരാളം
ഫൈബർ കണ്ടൻറ്റ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ചിയ സീഡ് കഴിച്ച് കഴിഞ്ഞാൽ ഡൈജഷൻ പ്രോബ്ലംസ് വരും എന്നുള്ളത്. ഇനി അഥവാ നമ്മൾ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ധാരാളം വെള്ളം കുടിക്കണം. സോ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ഫൈബറിന് നമ്മുടെ ഡൈജഷനിലേക്ക് വെള്ളത്തിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് ഇറങ്ങാനും അത് അതിനനുസരിച്ച് ബോഡിക്ക് അതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ പറ്റും. സോ വെള്ളം വളരെ നല്ല മെഡിസിൻ ആണെന്ന് എപ്പോഴും എല്ലാവരും പറയാറുണ്ട്. സോ ധാരാളം വെള്ളം കുടിക്കുക. അങ്ങനെ ഫൈബർ ഇൻടേക്ക് കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചിയ സീഡിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. സോ ഫൈബർ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡൈജഷൻ ഇഷ്യൂസൊക്കെ വരും. ഇതിപ്പോൾ ചിയ സീഡ് എന്ന് മാത്രമല്ല കേട്ടോ, എല്ലാ ഫുഡിനും ഇത് ബാധകമാണ്. ചിയ സീഡ് എന്ന് മാത്രം കോർണർ ചെയ്യരുത്. ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചിയ സീഡ് കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന വരും, ഗ്യാസ് പ്രോബ്ലം വരും, കോൺസ്റ്റിപ്പേഷൻ വരും, ഡയറിയ വരും. അതങ്ങനെയല്ല. ചിയ സീഡ് കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന ഒരു അളവുണ്ട്. അളവിന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അളവിന് ഓവറായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും. സോ ഇതാണ് ചിയ സീഡും ഡൈജഷൻ പ്രോബ്ലംസുമായിട്ടുള്ളൊരു സംഭവം. ഇപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ പിന്നെ പ്രത്യേകം ഒരു കാര്യം ഒന്നുകൂടെ പറയുകയാണ്, ചിയ സീഡ് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ആവും എന്ന് പറഞ്ഞിട്ട് ചിയ സീഡ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കരുത്. ചിയ സീഡ് മാത്രം കഴിച്ചാൽ വെയിറ്റ് ലോസ് ആവില്ല. ചിയ സീഡിൻ്റെ കൂടെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം പ്ലേ ചെയ്താലേ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് ആവുള്ളൂ. സോ എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും ടേക്ക് കെയർ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.